ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമത്താം ധർമ്മസ്മൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം സമർപ്പിക്കുകയാണ്. അതിൻ്റെ സാരസംഗ്രഹം എന്ന് പറയുന്നത് ശാസ്ത്രവിഷയ വിധിയെ അഥവാ ശാസ്ത്രവിധി പ്രകാരം ശ്രദ്ധയോടെ എങ്ങനെ ആചാരാനുഷ്ഠാനങ്ങളെ അനുഷ്ഠിക്കണം, അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ശ്രദ്ധ തന്നെ 3 വിധം സത്വരജ തമോ ഗുണങ്ങളാകുന്ന മായ പ്രകൃതിയുടെ സ്വഭാവത്താൽ ക്രിയേറ്റ് ആകുന്ന നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടായിരിക്കും നമുക്ക് ഏത് കർമ്മം, അത് ഭൗതികമോ ആത്മീയമോ ആയിക്കോട്ടെ, ഏത് കാര്യം ചെയ്യുന്നതിലും ശ്രദ്ധ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വഭാവം അനുസരിച്ചു കൊണ്ടായിരിക്കും. അത് ശാസ്ത്ര വിഷയത്തെ യഥാവിധി കൈകാര്യം ചെയ്യുന്നവർക്ക് പോലും അവരുടെ സ്വഭാവം അനുസരിച്ചുള്ള ശ്രദ്ധയായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം. അപ്പൊ സാത്വിക ശ്രദ്ധ, രജോ ഗുണാത്മകമായ ശ്രദ്ധ, തമോ ഗുണാത്മകമായ ശ്രദ്ധ, ഇതാണ് ശ്രദ്ധാത്രയം എന്ന് പറയുന്നത്. ഈ ഗുണഭേദങ്ങളിൽ നിന്നുണ്ടാകുന്നതായ ശ്രദ്ധയും അതിൻ്റെ കർമ്മവും കർമ്മത്തിന്റെ ഫലങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതാണ് ശരിക്കും നമ്മളെ ബന്ധനത്തിൽപ്പെടുത്തുന്നത് എന്നർത്ഥം. അപ്പൊ രജോ ഗുണാത്മകമായ ശ്രദ്ധയും തമോ ഗുണാത്മകമായ ശ്രദ്ധയും യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കില്ല. മറിച്ച് 11 ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ജീവിതം നയിക്കുന്നവർക്കെല്ലാം താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും വന്നു ഭവിക്കാൻ കാരണം മനുഷ്യൻ പൊതുവെ ജീവിക്കുന്നത് ഈ രജോ ഗുണാത്മകമായ ശ്രദ്ധയിലും തമോ ഗുണാത്മകമായ ശ്രദ്ധയോടെ ആണെന്നർത്ഥം. യഥാർത്ഥത്തിൽ അറിവ് സമ്പാദിച്ച് കൊണ്ടുള്ള ശ്രദ്ധയാണ് സാത്വിക ശ്രദ്ധ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് തന്നെ നമ്മുടെ സ്വഭാവത്തിൽ രജോ ഗുണമാണോ തമോ ഗുണമാണോ സത്വഗുണമാണോ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. 3 ഗുണം ഉണ്ടായിരിക്കും. 3-ൽ ഏറ്റവും സത്വഗുണ പ്രഭാവം കൂട്ടിക്കൊണ്ടു വന്നാൽ മാത്രമേ യഥാർത്ഥ ശാസ്ത്രവിധി പ്രകാരം ജീവിതത്തെ നമുക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ശ്രദ്ധയില്ലാതെ ചെയ്താൽ അതൊക്കെ താപത്രയങ്ങൾക്കും ബന്ധനത്രയങ്ങൾക്കും കാരണമായി ഭവിക്കും. അതാണ് പ്രാരാബ്ധമായിട്ട് മാറുന്നതും ജന്മ അനുജന്മങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതും ഈ രജോ ഗുണാത്മകമായ ശ്രദ്ധയും തമോ ഗുണാത്മകമായ ശ്രദ്ധയും കൊണ്ടാണ്. മനുഷ്യൻ പൊതുവെ ശ്രദ്ധാമയനാണ്. എങ്കിലും ആ ശ്രദ്ധയൊക്കെ അവരവർക്ക് താല്പര്യമുള്ളതനുസരിച്ചുള്ള ജന്മവാസനയും കർമ്മവാസനയും ഉപയോഗപ്പെടുത്തും. അതനുസരിച്ചുള്ള ശ്രദ്ധയായിരിക്കും ഉള്ളത് എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് സാത്വിക സ്വഭാവം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 3 ഗുണത്തെ ഉണ്ടാക്കുന്ന സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ്. അന്നമയമായ ശരീരമാണ് സ്ഥൂല ശരീരം. ആ ശരീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നാം കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്, അഥവാ സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സ്വഭാവം അനുസരിച്ചുള്ള വാസനാബലവും അതനുസരിച്ചുള്ള കർമ്മവാസനയും നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അതാണ് നമ്മുടെ ഈ ശ്രദ്ധയിൽ സ്വാധീനം ചെലുത്തുന്നതും എന്നർത്ഥം. അപ്പൊ യഥാർത്ഥ ശ്രദ്ധ എന്ന് പറയുന്നത് സാത്വിക ശ്രദ്ധയിലേക്ക് എത്തണമെങ്കിൽ സാത്വിക ആഹാരം കഴിക്കണം. ആഹാരഭേദത്തെ പറ്റി പറയുന്നുണ്ട്. ആഹാരഭേദം ഇവിടെ ശ്രദ്ധാത്രയത്തിൽ ഭഗവാൻ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. ശരീരത്തെ, അന്നമയമായ ശരീരത്തെ പരിപോഷിപ്പിക്കണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ ആഹാരം കഴിച്ചേ പറ്റൂ. അപ്പോൾ ആ ആഹാരമാണ് നമ്മുടെ സ്വഭാവത്തെയും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആഹാരത്തെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് ശരീരത്തിനും ശരീരത്തിലുള്ളതായ മനസ്സിനും വാക്കുകൾക്കും നമ്മുടെ പ്രവർത്തികൾക്കും എല്ലാം ടോട്ടലി രജോ ഗുണാത്മകമോ തമോ ഗുണാത്മകമായ ശ്രദ്ധയായിരിക്കും ഉണ്ടാവുക. അതായത് സാധാരണ ജീവിതം മനുഷ്യൻ പൊതുവെ രജോ ഗുണാത്മക സ്വഭാവമുള്ളവരാണ്. ചിലരിൽ തമോ ഗുണം കൂടിയിരിക്കും. സാത്വിക സ്വഭാവം ഉള്ളവർ വളരെ ചുരുക്കമായിരിക്കും. പ്രകൃതിയിൽ തന്നെ സത്വഗുണം വളരെ ചുരുക്കം, കുറഞ്ഞ സമയമുള്ളൂ എന്ന് പറഞ്ഞു. 24 മണിക്കൂർ കേവലം 3 മണിക്കൂർ സമയം മാത്രമേ സത്വഗുണം പ്രഭാവം കൂടുതലുള്ളൂ.
അപ്പം ഈ ജീവജാലങ്ങളിലും പ്രകൃതിയിലും പൊതുവേ തന്നെ സത്വഗുണാത്മകമായ സ്വഭാവം വളരെ കുറവായിരിക്കും. അപ്പോൾ സത്വഗുണത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തന്നെ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ജയിക്കുക തന്നെ വേണം. അതിന് പ്രധാന ഘടകമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം. അതുകൊണ്ട് സാത്വിക ആഹാരം കഴിക്കണം, എന്നാൽ സാത്വിക സ്വഭാവം ഉണ്ടാകും. രജോ ഗുണാത്മകമായ ആഹാരം കഴിച്ചാൽ രജോ ഗുണാത്മകമായ സ്വഭാവം ഉണ്ടാകും. അതിൽ നിന്നുണ്ടാകുന്ന കർമ്മവാസനയും ജന്മവാസനയും സ്വഭാവത്താലും അതൊക്കെ നമുക്ക് ദുഃഖഹേതുക്കളായിട്ട് മാറും. ഭാവിയിൽ രോഗങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാനിടവരും. തമോ ഗുണാത്മകമാകുമ്പം അത് കുറച്ചുകൂടെ അധോഗതിയിലേക്ക് അല്ലെങ്കിൽ അധപ്പതിപ്പിക്കാൻ ഇടവരും. നമ്മൾ മനുഷ്യൻ്റെതായ യഥാർത്ഥ ശക്തിയെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരിക, ഈശ്വര ശക്തിയാകുന്ന ദൈവിക സമ്പത്തിനെ യഥാവിധി ഉപയോഗിക്കാതെ ദുർവിനിയോഗം ചെയ്യാൻ ഇടവരിക. അത് തനിക്കോ മറ്റുള്ളവർക്കോ പ്രയോജനമില്ലാത്ത വിധത്തിൽ അതിനെ ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. ഇതൊക്കെ തമോ ഗുണ ആഹാരം കഴിച്ചുണ്ടാക്കുന്ന സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന തനിക്കുള്ള ആത്മശക്തിയെ പോലും അയക്കുന്ന വിധത്തിൽ അവർ പ്രവർത്തിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന സാത്വിക ആഹാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭഗവാൻ ഈശ്വരന്മാർക്ക് നമ്മൾ വേദവൈദിക കർമ്മങ്ങളുടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ആഹാരമാണ് സാത്വിക ആഹാരം. ആ ആഹാരമാണ് യഥാർത്ഥത്തിൽ സാത്വിക ആഹാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആയുസ്, ആത്മബലം, ശരീരത്തിന്റെ ആരോഗ്യം, സുഖം, പ്രീതി എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ്. ശരീരത്തെ യഥാവിധി പോഷിപ്പിക്കുന്നതാണ്. മനുഷ്യൻ പൊതുവെ സസ്യബുക്കുകളാണ്, മാംസബുക്കുകളല്ല പൊതുവെ. എന്നാൽ സസ്യാഹാരം പൊതുവെ സാത്വിക ആഹാരം എന്ന് ബ്രാഹ്മണര് വരെ തെറ്റിദ്ധരിച്ചു വച്ചിട്ടുണ്ട്. അതൊരിക്കലും യുക്തമല്ല. കാരണം ഈ സസ്യാഹാരങ്ങളിൽ തന്നെ സാത്വികവും രാജസവും താമസവുമായിട്ടുള്ള ആഹാരഭേദങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സാത്വിക ആഹാരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈശ്വരന്മാർക്ക് നിവേദിക്കാൻ എടുത്തു വെക്കുന്ന ആഹാരമാണ്. അതേ ആഹാരം തന്നെ നമ്മൾ അതെടുത്തിട്ട് അതിൽ സ്വാദിഷ്ടമാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നിവേദിച്ചിട്ട് അത് പ്രസാദമാക്കി എടുത്താൽ പോലും അതിൽ എരിവും പുളിയും മസാലയൊക്കെ ചേർത്ത് കഴിച്ചാൽ അതിൽ നിന്ന് രജോ ഗുണാത്മകമായ സ്വഭാവം ഉണ്ടാകും. അപ്പോൾ ഈശ്വരന് വച്ചിരിക്കുന്ന സാത്വിക ആഹാരം തന്നെ എടുത്തിട്ട് പ്രസാദമാണെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങുന്ന നിവേദ്യച്ചോറ് പോലും അത് കഴിക്കാൻ വേണ്ടിയിട്ട് അതിനോടൊപ്പം ഉപ്പും എരിവും പുളിയും ഒക്കെ ചേർത്ത് കഴിച്ചാൽ അത് രജോ ഗുണാത്മക സ്വഭാവത്തിലേക്ക് മാറും. അതിൽ നിന്ന് ദുഃഖശോകമയപ്രദമായിട്ട് മാറും. അതായത് ദുഃഖത്തിനും അസുഖങ്ങൾക്കും അഥവാ രോഗങ്ങൾക്കും കാരണമായി ഭവിക്കും. അത് രജോ ഗുണാത്മക ഭക്ഷണമാണ്. മനുഷ്യൻ പൊതുവെ ഇത്തരത്തിലുള്ള ആഹാരമായിരിക്കും ഇഷ്ടപ്പെടുക. ബ്രാഹ്മണര് വരെ ഇത്തരത്തിലുള്ള മസാലകൾ ചേർക്കാതെ, എരിവും പുളിയും ഒന്നും ചേർക്കാതെ ഒരു ആഹാരവും കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇനി അതിലും കഷ്ടമാണ് തമോ ഗുണാത്മക. യാതയാമം ഗതരസം ബോധി പരിഷിതം ചേത് ഉച്ഛിഷ്ടം അവിതാമേദ്യം ഭോജന താമസപ്രിയം എന്ന് പറയുന്ന പഴകിയതും പുഴുത്തതും ദുർഗന്ധമുള്ളതും തലേനാൾ പാചകം ചെയ്തതും ലഹരി വർദ്ധിപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള അശുദ്ധവുമായ ഉച്ഛിഷ്ടവും അശുദ്ധവുമായ ആഹാരം താമസപ്രിയർക്ക് ഏറ്റവും പ്രിയമാണ്. അതായത് ആഹാരം പാചകം ചെയ്താൽ തന്നെ 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ സമയമാണ് യഥാർത്ഥ അതിൻ്റെ സ്വഭാവം നിലനിൽക്കൂ. ആ സമയത്ത് കഴിക്കണം. അതിൻ്റെ എസൻസ് ഒന്നും പോകാതെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടാമത് ചൂടാക്കാതെ പാചകം ചെയ്തിട്ട് 2.5 മണിക്കൂറോ 3 മണിക്കൂറിനോ അകം നിവേദിച്ചിരിക്കണം. ഭഗവാന് നിവേദിക്കുന്ന അതേ ആഹാരം തന്നെ മസാല ചേർക്കാതെ കഴിച്ചാൽ അത് സാത്വിക ആഹാരം. ഇനി അതേ ആഹാരം തന്നെ പഴകാതെ തന്നെ 3 മണിക്കൂറിനോളം കഴിക്കുകയാണെങ്കിൽ തന്നെ അതിൽ എരിവും പുളിയും മസാലയും ചേർത്താൽ അത് രജോ ഗുണാത്മക സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യും. അത് 2.5-3 മണിക്കൂർ കഴിഞ്ഞിട്ടോ ഇല്ലെങ്കിൽ പിറ്റേ ദിവസമോ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തണുപ്പിച്ചിട്ടോ പഴകിയതോ പുഴുത്തതോ ഉച്ഛിഷ്ടമായതോ ഒക്കെ കഴിച്ചാൽ അതിൽ നിന്ന് തമോ ഗുണ സ്വഭാവത്തെ ഉണ്ടാക്കുന്നതാണ്. അത് തമോ ഗുണ ആഹാരമാണ്. വെള്ളം പോലും തിളപ്പിച്ചിട്ട് 3 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തണുപ്പിച്ചിട്ടൊക്കെ കഴിച്ചാൽ അതിൽ നിന്ന് തമസാണ് ഉണ്ടാക്കുക എന്നർത്ഥം. അതുകൊണ്ട് ആഹാരം കഴിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. ഇനി മാംസാഹാരം കഴിച്ചാൽ അതിൻ്റെ ഒറ്റ പ്രാവശ്യം ഒരു നേരം കഴിച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് നെഗറ്റീവ് സംവേദനങ്ങൾ ശരീരത്തിന് 60 ഡേയ്സ് വരെ പ്രവർത്തിക്കും.
അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ഒരു നേരം ഉപയോഗിച്ചാൽ മതി, അതിൻ്റെ നെഗറ്റീവ് സംവേദനങ്ങൾ 90 ഡേയ്സ് വരെ ഒരു മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് ദിവസവും കഴിച്ചാലുള്ള ഫലം എന്തായിരിക്കും? ടോട്ടലി അവൻ തമോ ഗുണാത്മകമായ സ്വഭാവത്തോട് കൂടിയവനായിട്ട് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് ആഹാരം കഴിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ സ്വഭാവം, കഴിക്കുന്ന ആഹാരം കൊണ്ടാണ് നമുക്ക് സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യുന്നത്. ജന്മവാസനയും കർമ്മവാസനയും അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. മനുഷ്യൻ ജനിക്കുമ്പോൾ തൊട്ട് ആഹാരത്തിന് വേണ്ടിയിട്ടാണ് കരച്ചിൽ തുടങ്ങുക. അപ്പോൾ ആഹാരം കഴിക്കുന്നതനുസരിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെ കുറച്ചൊക്കെ ജന്മവാസന പൂർവ്വജന്മാർജിതമായിട്ട് നമുക്ക് ഇന്നത് ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നുള്ള ഭാവമൊക്കെ വരുന്നതൊക്കെ പൂർവ്വജന്മവാസനയാലാണ്. അപ്പോൾ പൊതുവെ സാത്വിക ആഹാരം ഇഷ്ടപ്പെടുന്നവർ സാത്വിക സ്വഭാവമുണ്ട്. പൂർവ്വജന്മാർജിതമായിട്ട് അവർക്ക് ആ സ്വഭാവം വാസനാബലം കൊണ്ട് അവർക്ക് ഈ ജന്മത്തിലും സാത്വിക ഭക്ഷണമായിരിക്കും ഇഷ്ടം. രജോ ഗുണ സ്വഭാവമുള്ളവര് അവർക്ക് രജോ ഗുണ സ്വഭാവത്താലുള്ള ആഹാരമായിരിക്കും. അവർ എരിവും പുളിയൊക്കെ കൂടുതൽ കഴിക്കുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് തന്നെ നമ്മുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചാൽ അതൊന്ന് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ സ്വഭാവവും നമ്മുടെ ആഹാരം കഴിക്കുന്ന രീതിയും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ആധിക്യം ഉണ്ടാക്കുന്ന ആഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സാത്വിക ആഹാരത്തിലെ പരിവർത്തനം വരുത്തിയാൽ മാത്രമേ നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം ഉണ്ടാവൂ. അതും സ്വഭാവത്തെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അടിസ്ഥാന ഘടകം ആഹാരമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ ഈ ആഹാരത്തെ പറ്റി ചർച്ചാ വിഷയമാക്കിയത്. 3 തരത്തിലുള്ള ത്രിവിധ ശ്രദ്ധ, 3 വിധത്തിലുള്ള ശ്രദ്ധയുണ്ടാക്കുന്നതിന് അടിസ്ഥാന കാരണം നമ്മുടെ സ്വഭാവമാണ്. ആ സ്വഭാവം അനുസരിച്ചുള്ള ആഹാരം കഴിക്കും. അത് വാസനാബലം ഉണ്ടാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള ശ്രദ്ധയായിരിക്കും നമുക്ക് ക്രിയേറ്റ് ആകുക എന്നർത്ഥം. ഇനി പറയുന്നത് സാത്വിക സ്വഭാവത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സാത്വികതയിൽ നിന്ന് യഥാർത്ഥ അറിവ് ലഭിക്കൂ. സാത്വികതയിലെ കൃതകൃത്യതയും ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള പ്രയാണം ആരംഭിച്ചാൽ അത് സാത്വിക സ്വഭാവത്തെ ഉണ്ടാക്കി അതിൽ നിന്ന് മാത്രമേ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കൂ. സാത്വികതയിലെ യഥാർത്ഥ ഈശ്വരീയ അവബോധം, അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് തന്നെ തത്വജ്ഞാനത്തിന്റെ പ്രയോജനമൊക്കെ മനസ്സിലാക്കി തരികയുള്ളൂ. അതുകൊണ്ട് ഭക്തരായിട്ടുള്ളവർ, ഈശ്വര ഉപാസന ചെയ്യുന്നവർ, ഗീതാശാസ്ത്രമൊക്കെ പഠിക്കുന്നവർ നമ്മുടെ ആഹാരത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. പതാഞ്ജലി മഹർഷി യോഗാശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആള് യോഗിയായി മാറും, 2 നേരം ഭക്ഷണം കഴിക്കുന്ന ആള് ഭോഗിയായി മാറും, 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആള് രോഗിയായി മാറും, 4 നേരം ഭക്ഷണം കഴിക്കുന്നയാള് ദ്രോഹിയായി മാറും, 5 നേരം കഴിച്ചാലോ മഹാദ്രോഹിയായിട്ട് മാറും. ഗുരുവായൂരടക്കം 5 നേരം ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതിയൊക്കെ തുടങ്ങിയിരുന്നു കഴിഞ്ഞ 2 വർഷം മുമ്പും മണ്ഡലകാലത്തൊക്കെ. ഇതൊക്കെ മഹാദ്രോഹികളാക്കി മാറ്റാണ്. യഥാർത്ഥത്തിൽ നിവേദിച്ച പ്രസാദമാണ് ഏത് ക്ഷേത്രങ്ങളിലായാലും പ്രസാദമായിട്ട് കൊടുക്കേണ്ടത്. ഒരിക്കലും മസാലകൾ ചേർത്തിട്ടുള്ള പ്രസാദം അത് പ്രസാദം എന്ന് പറയാൻ തന്നെ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തണമെങ്കിൽ ഗുരുവായൂരപ്പന് നിവേദിക്കുന്ന ആഹാരം തന്നെ പ്രസാദമായിട്ട് പകുതി വേറ് കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ ഏത് തരത്തിലുള്ള ദുർമേധസ്സുകൾ ഉണ്ടെങ്കിലും അതിനെ ഒഴിവാക്കാൻ സഹായിക്കും. അതുകൊണ്ട് ആഹാരം ഒരു നേരത്തിലേക്ക് എത്തണം. അത് തന്നെ പകുതി വയറ് ആഹാരം കഴിക്കണം. അതിൻ്റെ പകുതി ഭാഗം, 1/4 ഭാഗം ജലം കുടിക്കണം, 1/4 ഭാഗം ബ്ലാങ്ക് ആയിട്ടിടണം. ഇതാണ് ആഹാരത്തിന്റെ യോഗാശാസ്ത്രം അനുസരിച്ചുള്ള വിധി എന്നർത്ഥം. അപ്പൊ ഇപ്രകാരം ആഹാര രീതിയെ ചിട്ടപ്പെടുത്തി നമ്മുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തി ഇനി യജ്ഞകർമ്മങ്ങളിൽ ശ്രദ്ധിക്കണം. കർമ്മയോഗത്തിലും പ്രത്യേകം പറഞ്ഞത് യജ്ഞഭാവനയോടുകൂടി കർമ്മം ചെയ്യണം. ഫലേച്ഛയില്ലാതെ ലോകസേവാർത്ഥമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു നിമിഷം പോലും വേസ്റ്റാക്കി കളയാതെ ജനിച്ചാൽ മരണം വരെ എന്തെങ്കിലും ചെയ്യണം. അഥവാ നമ്മൾ ചെയ്യാതിരുന്നാലും പ്രകൃതി നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കും. അതാണ് പ്രകൃത്യാവുള്ള യജ്ഞഭാവന. ഈശ്വരൻ ദൈവിക സമ്പത്ത് എല്ലാവർക്കും 26 ഗുണങ്ങളുടെ 50% അവരുടെ സ്വഭാവത്തിൽ, അത് ഈശ്വരവാദിയായാലും നിരീശ്വരവാദിയായാലും ഏത് ജാതി മതങ്ങളിൽപ്പെട്ടവരായാലും സ്ത്രീയോ പുരുഷനോ സൂര്യചന്ദ്രാദി നക്ഷത്ര ഗോളങ്ങളോ മറ്റ് ജീവപ്രാണികളോ ഒക്കെ ആയാലും സ്ഥാവര ജംഗമ വസ്തുക്കളിൽ പോലും 50% ഈശ്വരീയ സ്വഭാവം നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യജ്ഞഭാവനയോടെ ഈ ലോകം നിലനിൽക്കുന്നത്. സഖയജ്ഞ ഭാവനയോടുകൂടി ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ച് കാമധേനുവിനെ പോലെ വേണ്ടതൊക്കെ തന്ന് പരിപോഷിപ്പിക്കുന്നത് ഒരു കൽപ്പാന്തകാലം മുഴുവൻ സൃഷ്ടിയുടെ ആ വ്യവസ്ഥിതി നിലനിർത്തിക്കൊണ്ടാണ് സൃഷ്ടിയെ പരിപാലിക്കുന്നത്.
അതുകൊണ്ട് അതേ ഭാവനയിൽ നമ്മളോടും പരിപക്വമാകാനാണ് ഭഗവാൻ പറഞ്ഞത്. അതാണ് കർമ്മയോഗത്തിൽ പറഞ്ഞത്, ദേവാൻ ഭാവയതാൻ ഏനതേ ദേവ ഭാവയന്തുവാക പരസ്പരം ഭാവയന്തക ശ്രേയപരമവാസിതം. ഭഗവാൻ ഒരിക്കലും പ്രേയസിന് വേണ്ടി പ്രയത്നിക്കാൻ പറഞ്ഞിട്ടില്ല. പ്രേയസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ താൽക്കാലിക സുഖങ്ങളെ ഉണ്ടാക്കി തരും, താൽക്കാലിക ഫലമായിരിക്കും അനുഭവിക്കാൻ ചെയ്യാതെ ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ അത് ശാന്തികമായിട്ട് ദോഷഫലങ്ങളെ ആയിരിക്കും ഉണ്ടാക്കുക. അവിദ്യാദി ദോഷങ്ങളാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ അന്തിമമായിട്ട് നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും, മഹാരോഗങ്ങൾക്ക് ഇടവരും. അങ്ങനെ പലതരത്തിൽ നമ്മൾ അത് അധപ്പതിക്കാൻ, ജീവിതത്തെ അധപ്പതിക്കാൻ വിധം ഒരു എന്നിട്ട് ഈശ്വരനെ തന്നെ വിധി പറയുന്ന, അല്ലെങ്കിൽ എനിക്കിങ്ങനെ വിധി വരുത്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. ഈശ്വരനല്ല ഇതൊന്നും ചെയ്യേണ്ടത്. ഈശ്വരൻ നമുക്ക് ചെയ്യേണ്ടതൊക്കെ തരേണ്ടതൊക്കെ തന്ന് യഥാവിധേന യൂട്ടിലൈസ് ചെയ്യാനുള്ള, ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാനുള്ള മനുഷ്യന് വിശേഷ ബുദ്ധി നൽകിയിട്ടുണ്ട്. അതിനെയൊക്കെ പുനഃസൃഷ്ടിക്ക് വരും തലമുറയിലേക്ക് കരുതി വെക്കാനുള്ള വ്യവസ്ഥയും ഭഗവാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ട്, അഥവാ ദുർവിനിയോഗം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും ദുഃഖഹേതുക്കളായി, ജീവിതം തന്നെ ദുഃഖം ഹേതുക്കളായിട്ട് മാറാൻ കാരണം മനുഷ്യന്റെ വിശേഷ ബുദ്ധി യഥാവിധി ശക്തികളെ മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായിരിക്കുന്ന എല്ലാ ഘടകങ്ങളും യജ്ഞഭാവനയോടെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അത് പ്രകൃത്യാ തന്നെ യജ്ഞഭാവനയോട് തന്നെ പ്രവർത്തിക്കുക. എത്ര നിരീശ്വരവാദിയായാലും വേണ്ടില്ല, അവന്റെ കൂടെ നിൽക്കുന്നവരോട് അവന് സഹായിക്കാനുള്ള മനോഭാവമുണ്ട്. ആരായാലും വേണ്ടില്ല, മറ്റ് ജീവജാലങ്ങളായാലും വേണ്ടില്ല, അവനവൻ ഭക്ഷണത്തിന് അന്വേഷിക്കുമ്പം പക്ഷികൾ തന്നെ അന്വേഷിച്ചാൽ അറിയാം, അതിൻ്റെ കുട്ടികൾക്ക് വരെ ഭക്ഷണം കൊണ്ടു എന്ന് കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു യജ്ഞഭാവന പ്രകൃതിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ട് ഭഗവാൻ എല്ലാവരിലും നിറച്ചു വെച്ചിട്ടുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, വിവേചന ശക്തി കൊണ്ട്, കൃത്യനിഷ്ഠാ ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി യഥാവിധി ശ്രദ്ധയോടെ അനുസരിക്കണം. അതിന് സ്വാത്വിക യജ്ഞത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ സാത്വിക യജ്ഞം ദാനം തപസ്സിനെ പറ്റിയാണ് ശ്രദ്ധാത്രയത്തിൽ മുഖ്യമായിട്ട് ഭഗവാൻ പറയുന്നത്. അത് സാത്വിക ശ്രദ്ധയെ പറ്റി പറയുന്നത്. രാജസ ശ്രദ്ധ, അതായത് സാത്വിക യജ്ഞം, രാജസ യജ്ഞം, തമോ ഗുണ യജ്ഞം, ഇങ്ങനെ യജ്ഞത്തെ തന്നെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വഭാവം എന്നനുസരിച്ചോ നമ്മളെ യജ്ഞങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന പ്രശ്നമില്ല. എത്ര നിരീശ്വരവാദിയായാലും ഭക്തിവാദിയായാലും യുക്തിവാദിയായാലും എല്ലാവരും മറ്റ് ജീവജാലങ്ങളും പോലും യജ്ഞഭാവനയാലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കാമധേനുവിനെ പോലെ അതൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഒക്കെ യജ്ഞഭാവനയോടെയാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത്. അത് വേണ്ടവണ്ണമായാൽ അത് സാത്വിക യജ്ഞമാകും. അതായത് യജ്ഞഭാവനത്തിന്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് തന്നെ ഫലേച്ഛയില്ലാതെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന, മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യർക്കും ജീവികൾക്ക് പോലും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാവനയിൽ ചെയ്യപ്പെടുന്ന, ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ലോക നന്മയ്ക്കായിക്കൊണ്ട് അവനവന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അവരൻ്റെ കൂടി സുഖത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതായാൽ അത് സാത്വിക യജ്ഞം എന്ന പേരിൽ അറിയപ്പെടും. അപ്പൊ അതിനെയാണ് ഇവിടെ ഭഗവാൻ എടുത്തു പറയുന്നത്. ഇനി ശാസ്ത്രവിഹിതത്തെ ശാസ്ത്രത്തെ മാനിക്കാതെ ദമ്പം, അഹങ്കാരം എന്നിവയോട് കൂടിയവരും കാമം, രാഗം, ബലം എന്ന വികാര വിചാരങ്ങൾ കടുമയായി തന്നെയും മറ്റുള്ളവരെയും വിഷമിപ്പിച്ചുകൊണ്ട് അന്തർയാമിയായിരിക്കുന്ന ഭഗവാനിലെ ആത്മസ്വരൂപത്തെ, ജീവനെ പോലും പീഡിപ്പിച്ചുകൊണ്ട് അവിവേകികളായിട്ടുള്ള യാതൊരു യജ്ഞങ്ങൾ ശാസ്ത്രവിഹിതമല്ലാത്തതും ക്രൂരവുമായ തപസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നുവോ അവർ അസുരി പ്രകൃതികളാണ്. അവർ തമോ ഗുണ ശ്രദ്ധയായിരിക്കും മുൻനിർത്തിക്കൊണ്ട് ചെയ്യുക എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ കാര്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള യഥാർത്ഥ ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന രീതിയിലുള്ള യജ്ഞങ്ങളൊന്നും അവർ ചെയ്യില്ല എന്നർത്ഥം. ഇനി രജോ ഗുണാത്മകമായ ശ്രദ്ധ അല്ലെങ്കിൽ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നതെല്ലാം തന്നെ അഭിസന്ധായതു ഫലം ദമ്പാർത്ഥം അഭിചൈവേദിജ്യതേ ഭരതശ്രേഷ്ഠതം യജ്ഞം രാജിതു. രജോ ഗുണ സ്വഭാവം മനുഷ്യർക്ക് കൂടുതലാണെന്ന് പറഞ്ഞു. മനുഷ്യരിൽ പൊതുവേ തന്നെ പെർസെൻറ്റേജ് രജോ ഗുണ സ്വഭാവമായിരിക്കും. അവർ യജ്ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഈ സ്വഭാവത്തോടു കൂടി തൻ്റെ കേമത്വം കാണിക്കാനോ ഇല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഫലത്തെ ഇച്ഛിച്ചുകൊണ്ടോ തൻ്റെ ആഠ്യതം കാണിക്കാനോ ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ചെയ്യപ്പെടുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശസ്തിക്കും പേരിനും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ യജ്ഞം രജോ ഗുണ പ്രധാനമാണ്. അത് രജോ ഗുണ സ്വഭാവം ക്രിയേറ്റ് ചെയ്ത് രജോ ഗുണ ശ്രദ്ധയോടുകൂടി അവർ ചെയ്യുന്നതും നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ തിരിച്ചറിയാം. ഒരു ക്ഷേത്രത്തിൽ തന്നെ
എന്തെങ്കിലും ഒരു കാര്യത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ പേരിനും പ്രശസ്തിക്കോ എൻ്റെ പേരവിടെ എഴുതി വെക്കണം, എൻ്റെ പേരിൽ തന്നെ അതൊക്കെ നടക്കണം എന്നൊക്കെ ഭാവനയോട് കൂടിയാണ് ഭക്തിമാർഗത്തിൽ പോലും ചരിക്കുന്നത് എങ്കിൽ അതൊക്കെ രജോ ഗുണാത്മകമായ യജ്ഞമായിട്ട് ഭവിക്കും എന്നർത്ഥം. അതുപോലെ തന്നെ തമോ ഗുണമാണെങ്കിൽ പിന്നെ പറയുകയും വല്ല. വിധിഹീനമ സൃഷ്ടാനം മന്ത്രഹീനമ ദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വിധിപ്രകാരമല്ലാത്ത അന്നദാനം, അതായത് സാത്വിക ആഹാരം എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു, പ്രസാദമാണെങ്കിൽ ഈശ്വരന് നിവേദിച്ച ആഹാരം ഒരു സ്പൂണെങ്കിലും അതിൻ്റെ കൂടെ കൊടുത്തില്ലെങ്കിൽ, ഇപ്പൊ ക്ഷേത്രങ്ങളിലെല്ലാം അന്നദാനത്താൽ സമ്പന്നമാണ്. പക്ഷേ എന്നാലും ഗുരുവായൂരടക്കം വരെ നിവേദിച്ച പ്രസാദം കൊടുക്കാത്തതുകൊണ്ട് അത് പ്രസാദം എന്ന് പറയാൻ സാധ്യമല്ല. അത് വിധിപ്രകാരമല്ല. അത് വിധിപ്രകാരം പ്രസാദമാക്കണമെങ്കിൽ ഭഗവാനെ നിവേദിച്ച ആഹാരം കൊടുക്കണം. അഥവാ വിധിഹീനം അസൃഷ്ടാനം, അന്നദാനം നടക്കുന്നുണ്ട്, അത് വിധിപ്രകാരമല്ല. പിന്നെ മന്ത്രഹീനം അദക്ഷിണം, മന്ത്രങ്ങളെ ശുദ്ധമായിട്ട് സ്ഫുടതയോടെ സംസ്കൃത മന്ത്രങ്ങൾ യഥാവിധി ഭഗവാന് പുഷ്പാഞ്ജലി നടത്തുമ്പോഴൊക്കെ യഥാവിധി മന്ത്രത്തെ ഉപയോഗിക്കണം. അതും തലേ ദിവസമോ ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ പുകവലിക്കുകയോ ഇല്ലെങ്കിൽ മുറുക്കുകയോ ഇല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചിട്ടോ 24 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് ആണെങ്കിൽ പോലും കുളിച്ച് ശുദ്ധമായിട്ട് പോലും ശ്രീകോവിലിൽ കയറിയിരുന്ന് മന്ത്രം ജപിച്ചാൽ അതിൻ്റെ നെഗറ്റീവ് എനർജി വിഗ്രഹത്തിലേക്ക് എത്തും. നമ്മുടെ ശ്വാസഗതിയിലൂടെ അവിടെയൊക്കെ അശുദ്ധമാക്കാൻ കാരണമായി ഭവിക്കും. അപ്പൊ മന്ത്രം ജപിച്ചാൽ തന്നെ അത് മന്ത്രഹീനമായിട്ട് വരും, യഥാർത്ഥ ഫലം ലഭിക്കുകയില്ല, ഫലത്തിൽ ദോഷം ചെയ്യുകയും ചെയ്യും. പിന്നെ ദക്ഷിണയില്ലാതെ ആരെ കൊണ്ടെങ്കിലും എന്തെങ്കിലും വിളിച്ച് കർമ്മം ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന കർമ്മത്തിന്റെ ഫലത്തെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ദക്ഷിണ സമർപ്പിക്കണം എന്ന് ശാസ്ത്രവിധി തന്നെ പറയുന്നു. അത് ദക്ഷിണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ട നിറച്ച് എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ കുറെ സമ്പത്ത് കൊടുക്കുക എന്നുള്ളതല്ല. അതിന്റെ വിധിപ്രകാരം ചടങ്ങനുസരിച്ച് കൊണ്ട് വെറ്റിലയും പാക്കും 1 രൂപയും കണക്കാക്കി ആ ദക്ഷിണ സമർപ്പിച്ചാൽ അത് യഥാർത്ഥത്തിൽ ദക്ഷിണയായി. പക്ഷെ അതില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് കർമ്മഫലം യഥാവിധി അത് നടത്തുന്ന ആൾക്ക് ലഭിക്കാതെ പോകുമെന്നും ശാസ്ത്രം പറയുന്നു. അതെല്ലാം ഇതൊക്കെ ചെയ്താൽ തന്നെ, ഇനി വിധിപ്രകാരം അന്നദാനം ചെയ്താലും മന്ത്രത്തോടു കൂടിയും ഇല്ലെങ്കിൽ ദക്ഷിണയോടുകൂടിയും ഒക്കെ ചെയ്താലും ശ്രദ്ധയില്ലാതെ ചെയ്യുന്നത്, ശ്രദ്ധാവിരഹിതം യജ്ഞം, അങ്ങനെ ഏതെങ്കിലും യജ്ഞം ശ്രദ്ധയില്ലാതെ കാട്ടിക്കൂട്ടലായിട്ട് ചെയ്താൽ അത് തമോ ഗുണത്താൽ പ്രധാനമായിട്ടുള്ള യജ്ഞം എന്ന് പറയപ്പെടുന്നു. ഇനി പറയുന്നത് ശരീരത്തിനും മനസ്സിനും വാക്കിനും ഒരു തപസ് തന്നെയുണ്ട്. അത് ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്, അത് ഓരോ വ്യക്തിയും അനുഷ്ഠിക്കണം. ശരീരം കൊണ്ട് ഭഗവാനെ നമസ്കരിക്കാനും ഗുരുക്കന്മാരെ നമസ്കരിക്കാനും, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ളവരാണ് ബ്രാഹ്മണരെന്ന് പറയുന്നത്, അവരെ നമസ്കരിക്കാനും, ഇതൊക്കെ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സ. അകത്തും പുറത്തും ശുദ്ധി പാലിക്കുക എന്ന് പറയുന്നതും ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സ. വക്രതയില്ലാതെ പെരുമാറുക, ബ്രഹ്മത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ശരീരം കൊണ്ട് ചെയ്യേണ്ടതായ കർത്തവ്യ കർമ്മങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ യഥാവിധി ചെയ്യുന്നത് ബ്രഹ്മചര്യമാണ്. അപ്പം മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കുക, ഇതൊക്കെ ശരീരം കൊണ്ട് തന്നെ നമ്മൾ യഥാവിധി പരിപാലിക്കേണ്ട ഒരു തപസ്സാണ്. പിന്നെ വാക്കുകൊണ്ട് തപസ് ചെയ്യണമെന്ന് പറയുന്നു. അതും അനുദ്വേഗകരം വാക്യം സത്യം പ്രിയം ഹിതം ജയ സാധ്യായ അഭ്യാസനം ചെയ്വ വാക്മയം തപ ഉച്ചതേ. മനുക്ഷോഭത്തെ ഉണ്ടാക്കുന്നതും സത്യമായതും പ്രിയങ്കരമായതും ഹിതകരവുമായ വാക്കും ആധ്യാത്മിക ശാസ്ത്ര പഠനവും വാക്മയമായ തപസ്സാണ്. അതായത് നമ്മുടെ വാക്കുകൾ നന്നാകണം എന്നുണ്ടെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ശാസ്ത്രം, ഗീത പോലുള്ള ശാസ്ത്രവും ഭാഗവതം പോലുള്ളതൊക്കെ പഠിച്ചുകൊണ്ടിരുന്നാൽ അതിൽ നിന്ന് നമ്മുടെ വാക്ക് ശുദ്ധമാകും. ആ അക്ഷരബ്രഹ്മത്തെയും ശബ്ദബ്രഹ്മത്തെയും യഥാവിധി അത് ഉപയോഗിക്കുമ്പോൾ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെ സഹസ്രനാമത്തിൽ നമ്മൾ പറയുന്നുണ്ട്, മഹാസ്വനൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മഹാസ്വനൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ സ്വരത്തോടു കൂടിയവൻ, അത് ശബ്ദമുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പൊ ഭഗവാനെ അനന്യമായിട്ട് ഭജിക്കുന്നവർക്ക് ശ്രേഷ്ഠമായ ശബ്ദത്തെ, മധുരപരമായ ശബ്ദത്തെ, അത് കേട്ടാൽ മറ്റുള്ളവർക്ക് അരോചകത്വം തോന്നാത്ത വിധത്തിൽ സംസാരിക്കാനുള്ള അറിവും അതിൻ്റെ അക്ഷരസ്ഫുടതയും ഇല്ല അക്ഷരവും ആ അക്ഷരബ്രഹ്മത്തെയും ശബ്ദബ്രഹ്മത്തെയും യഥാവിധി ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നത് അത് ആധ്യാത്മിക തത്വപഠനം കൊണ്ട് ആത്മബോധം ഉണ്ടാക്കിയാൽ തനിയെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സ്വരം നന്നാകുന്ന പറയണം. അപ്പൊ അതുകൊണ്ട് ആ വാക്മയമായ തപസ് അനുഷ്ഠിക്കണമെങ്കിൽ നമ്മൾ അന്യർക്ക് മനോവിഷമം, വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരിക്കലും ശബ്ദം ഉപയോഗിക്കരുത്. അതായത് നമ്മൾ പ്രയോഗിക്കുന്ന ശബ്ദം പോലും കേട്ടാൽ അവർക്ക് അരോചകത്വം തോന്നരുത്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെ കൊണ്ട് മറ്റൊരാൾക്ക് വേദനിക്കാൻ ഇടവരരുത്.
അവർക്ക് ഹിതകരവും എന്നാ സത്യത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. അവർക്ക് ഹിതകരമായിട്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് വാക്മയമായ അതിനുള്ള ഒരു തപസ്സായിട്ട് വേണം വാക്കുകളെ ഉപയോഗിക്കാൻ എന്നർത്ഥം. അതിനൊക്കെ പ്രേരണ നൽകുന്നത് മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മ വിനിഗ്രഹാഭാവ സംശുദ്ധിരിത്യേത് തപോ മാനസമുച്ചത്. അത് തന്നെ മനസ്സിനെ കൊണ്ട് ചെയ്യേണ്ട തപസ്സുണ്ട്. മനസ്സാണ് ഏറ്റവും 11 ഇന്ദ്രിയങ്ങളിൽ അതിന്റെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും 5 കർമ്മേന്ദ്രിയങ്ങളുടെയും മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സ് ഗുരുവായൂരപ്പന്റെ വിഭൂതിയാണ്. അതുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്തിക്കൊണ്ട് ചെയ്താൽ ഏതൊരു കർമ്മം ചെയ്താലും അതൊക്കെ ഈശ്വര അനുഗ്രഹത്തോടു കൂടി പ്രകടമാകുന്നതായിരിക്കും. അപ്പൊ മനസ്സിന്റെ ശുദ്ധത എന്ന് പറയുന്നത് അത് പരിപാലിക്കണമെന്നുണ്ടെങ്കിൽ മന്ത്രജപത്തിലൂടെ സാധ്യമാണ്. മനത്രാണയതി ഇതി മന്ത്രക. മന്ത്രം ജപിക്കുന്നതിന്റെ സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ നിരന്തരമായിട്ട് സഹസ്രനാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ തന്നെ മനഃശുദ്ധി വരും. മനഃശുദ്ധി വരിക എന്ന് പറഞ്ഞാൽ വാസനകൾ എന്തെങ്കിലും കിടക്കുന്നുണ്ട് അതൊക്കെ ഇല്ലാതെ വരും. നമ്മളത് നിരോധിച്ച് അതിനെ പുറത്തു നിർത്തുമെന്നും വേണ്ട. നമ്മൾ ദിവസവും മന്ത്രം ജപിക്കാൻ തുടങ്ങി കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഇത്തരത്തിൽ ദോഷവാസനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ പാപരാഹിത്യം വരും. അതാണ് നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിമ്പദം എന്ന് പറയുന്നത്. അപ്പൊ ആ ക്ലിയറൻസ് തന്നെ ശുദ്ധീകരണം നടന്നുകൊള്ളും. മനസ്സ് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ഏകാഗ്രമാകും. അത് വേണ്ട വിധത്തിൽ നമുക്ക് നമ്മുടെ ആത്മനിയന്ത്രണത്തോടുകൂടി അതിനെ ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും യഥാവിധി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പോഴാണ് ദുഃഖരഹിതമായ അനായാസന ജീവിതം നയിക്കാൻ സാധിക്കുക. എല്ലാത്തിനും കാരകരായിട്ട് നിൽക്കുന്നത് മനസ്സാണ്. ആ മനസ്സിനെ ശുദ്ധമാക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് കുറേശ്ശൊക്കെ മൗനവ്രതമൊക്കെ ശീലിക്കാൻ പറയുന്നുണ്ട്. ആത്മനിയന്ത്രണം നമുക്ക് ഉണ്ടാവുകയില്ല, ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതാണ് യഥാർത്ഥത്തിൽ സ്വഭാവശുദ്ധി. അത് മനസ്സുകൊണ്ടാണ് നേടേണ്ടത്. അതാണ് മനസ്സുകൊണ്ട് ചെയ്യേണ്ടുള്ള തപസ് എന്ന് പറയുന്നത്. ഇനി ഈ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യേണ്ടതായ തപസ് യഥാവിധി അനുഷ്ഠിച്ച് അത് കൃതകൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി അനുസരിച്ചാൽ അത് സാത്വിക തപസ് എന്ന് പറയും. അത് ഫലേച്ഛയോടുകൂടി ഉപയോഗിച്ചാൽ അത് രജോ ഗുണാത്മകമായ തപസ് എന്ന് പറയും. അത് മൂഢത്വത്തോടുകൂടി അവിവേക അജ്ഞാനത്തോടു കൂടി ദുരാഗ്രഹത്താൽ അത് തന്നെ നശിപ്പിച്ച് ഇല്ലെ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുന്ന തപസ്സായിട്ട് ഉപയോഗിച്ചാൽ അത് തമോ ഗുണപ്രധാനമായിട്ടുള്ള തപസ് എന്ന് പറയാം. അപ്പൊ ഈ 3 തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലായിരിക്കും നമ്മൾ ജീവിതം നയിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ എങ്ങനെയാണ് ജീവിതം നയിക്കുന്നത്? തപസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, ഒരു വനത്തിൽ പോയിരുന്ന നിശ്ചലമായിട്ടിരിക്കുന്ന അവസ്ഥയല്ല തപസ് എന്ന് പറയുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ഈ പരത്തിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ കൃതകൃത്യമായിട്ട് ശ്രദ്ധയോടെ ചെയ്താൽ അത് സാത്വിക തപസ്സാകും. അപ്പൊ ഒക്കെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും ആഹാരം കഴിക്കുന്നതാണെങ്കിലും എന്ത് വേണ്ട എല്ലാ ചലനങ്ങളും ശ്രദ്ധയോടെ ചെയ്താൽ അത് സാത്വിക തപസ്സായിട്ട് മാറും. ഇനി ചെയ്യുന്നതൊക്കെ ശ്രദ്ധയോടെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ടോ ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന തപസ്സായാലോ അതൊക്കെ രജോ ഗുണാത്മകമായി മാറും. അപ്പൊ അത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം അത് നിലനിർത്താൻ സാധിക്കും, അതിന്റെ സുഖം അനുഭവിക്കാൻ സാധിക്കും. എന്തെങ്കിലും അശ്രദ്ധ വന്നാലോ അതിന്റെ ദോഷവും അനുഭവിക്കണം. അതാണ് രജോ ഗുണത്തിന്റെ പ്രത്യേകത. തമോ ഗുണാത്മകമായ തപസ് എന്ന് പറയുന്നത് അത് തന്നെ ഇഹത്തിലും പരത്തിലും ആർക്കും പ്രയോജനപ്പെടാം. അവനവനും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല, മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടുകയുമില്ല. അതാണ് തമോ ഗുണ തപസ്സിന്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഇനി പറയുന്ന ദാനത്തെ പറ്റിയാണ്. ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള സാധാരണ എല്ലാ മനുഷ്യരും അനുഷ്ഠിക്കേണ്ടതാണ് യജ്ഞം, ദാനം, തപസ്. അത് ശ്രദ്ധയോടെ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പൊ യജ്ഞത്തെ പറ്റി പറഞ്ഞു, തപസ്സിനെ പറ്റി പറഞ്ഞു. ഇനി ദാനത്തെ പറ്റി പറയാണ്. ദാതവ്യം ഇതി യദ്ദാനം ദീയതയാനുപകാരിണേ ദേശേ കാലേ ച പാത്തേ ച തദ്ദാനം സാത്വിക സ്മൃതം. അപ്പൊ ദാനം ചെയ്യുന്നത് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് അർഹതയുള്ളവർക്ക് യഥാവിധി ശാസ്ത്രവിധി പ്രകാരം ദാനം ചെയ്യാൽ ഓം തസ്സത് എന്ന ഈശ്വര സ്മരണയോടൊക്കെ സമർപ്പിക്കണം എന്ന് പറഞ്ഞു. അത് വേണ്ട വിധത്തിൽ ചെയ്താൽ അത് സാത്വിക ദാനം എന്ന് പറയും. എന്നാൽ പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടോ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഭാവിയിലെങ്കിലും നമുക്ക് ഇതിന്റെ പ്രയോജനം കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് ഏതൊരു കർമ്മം ദാനങ്ങൾ ചെയ്യുന്നുവോ അത് വേണ്ട സമയത്തും അർഹതയുള്ളവർക്കൊക്കെ കൊടുത്താലും അതൊക്കെ രജോ ഗുണാത്മകമായിട്ടുള്ള ദാനം എന്ന് പറയാം. എന്നാൽ വേണ്ടത് വേണ്ട സമയത്ത്, അർഹതയില്ലാത്തവർക്ക് വേണ്ട സമയത്തല്ല, കാലവും ദേശവും ഒന്നും നോക്കാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന വിധത്തിൽ അതൊരു ചടങ്ങെന്ന നിലയിലൊക്കെ ദാനം ചെയ്യുകയാണെങ്കിൽ അത് തമോ ഗുണദാനം എന്ന് പറയുന്നു. അപ്പൊ ഇത്തരത്തിൽ
അത് ഈ 3 തരത്തിൽ ചെയ്യുന്നവരോട് മനുഷ്യരോട് പറയുന്നത് ഈശ്വര സ്മരണ നിലനിർത്തിക്കൊണ്ട് അതൊക്കെ ചെയ്താൽ അതിന്റെ ഗുണഫലങ്ങൾ അതനുസരിച്ചുണ്ട്. സാത്വികമായിട്ട് ചെയ്താൽ അതിന്റെ ശ്രേഷ്ഠത ആ ഈശ്വര സാക്ഷാത്കാരമാണ്, ആ ജ്ഞാനമാണ്. അതേസമയം രജോ ഗുണാത്മകമായിട്ട് ചെയ്താലും തമോ ഗുണാത്മകമായിട്ട് ചെയ്താലും അതൊക്കെ ഈശ്വര സ്മരണ നിലനിർത്തിക്കൊണ്ട് ചെയ്താൽ അത്രയും അതിൻ്റെതായ ഫലം ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഏത് ദാനം ചെയ്താലും സമർപ്പിക്കുന്ന ഈശ്വരനാമത്താൽ സമർപ്പിക്കപ്പെടണം. അതിനെ ഓം തസ്സത് എന്ന് ഉച്ചരിച്ചുകൊണ്ട് സമർപ്പിച്ചാൽ അത് ഈശ്വരൻ തന്നതാണെന്നും ഈശ്വര സ്മരണ നിലനിർത്തിക്കൊണ്ട് ഞാൻ ഈശ്വരനാമത്തിൽ തന്നെ ഇത് സമർപ്പിക്കുന്നു എന്ന പ്രതീകാത്മകമായിട്ടുള്ള ഒരു മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ചെയ്താൽ അത് ശ്രേഷ്ഠമെന്ന് പറയുന്നു. ഇതെന്നാ ചെയ്യുന്നത്, ഈ പറയുന്നത് സാത്വികമായാലും രാജസമായാലും താമസമായാലും യജ്ഞദാന തപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ചെയ്യുന്ന തപസ്സായാലും അത് ദാനമായാലും അശ്രദ്ധയോടെയാണ് ചെയ്യുന്നതെങ്കിൽ അത് ഇഹത്തിലും പരത്തിലും ആർക്കും പ്രയോജനം ചെയ്യുകയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഭഗവാൻ സമർപ്പിക്കുന്നത്. അതായത് എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും, ആഹാരം കഴിക്കുന്നതായാലും സാത്വികമായിക്കോട്ടെ രാജസമായിക്കോട്ടെ താമസമായിക്കോട്ടെ, ഇനി ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സോ വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്സോ മനസ്സുകൊണ്ട് ചെയ്യേണ്ട തമസ്സോ, ഇത് ഈ യജ്ഞദാന തപ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തൊക്കെ ചെയ്താലും ഇതൊക്കെ ശാസ്ത്രവിധി മാനിച്ചിട്ടും അനുകരണ ഭാവത്തിൽ ശ്രദ്ധയില്ലാതെ ചെയ്താൽ അതൊന്നും ഇഹത്തിലും പരത്തിലും ആർക്കും പ്രയോജനപ്പെടുകയില്ല. ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന ഹോമവും ദാനവും തപസ്സും പൂജകളും എല്ലാം എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെയും അസത്താണെന്ന് ഭഗവാൻ പറഞ്ഞു. അത് ഇഹത്തിലും പരത്തിലും അത് പ്രയോജനപ്പെടുന്നതുമല്ല. അത് അധപ്പതനത്തിലേക്ക് ശ്രേഷ്ഠമായ ദിവ്യമായ മനുഷ്യജന്മം കിട്ടിയിട്ട് അത് വേണ്ട വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്താതെ ദുർവിനിയോഗം ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ താപത്രയങ്ങളിലും ബന്ധനത്രയങ്ങളിലും പെടുന്നത്. മനുഷ്യന് വേണ്ടുന്നതൊക്കെ ഭഗവാൻ വളരെ ശ്രദ്ധയോടെ തന്നെ അത് നിജപ്പെടുത്തി വെച്ച ഒരു വ്യവസ്ഥിതി നടപ്പാക്കിയിട്ടുണ്ട്. അത് യഥാവിധി നമ്മൾ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ടും ആ ശക്തികളെയൊക്കെ ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ടുമാണ് നമുക്ക് ഈ പറയുന്ന പ്രകൃതി വിരുദ്ധത അനുഭവപ്പെടുന്നതും അതിൽ നിന്ന് 3 തരത്തിലുള്ള ദുഃഖങ്ങളും 3 തരത്തിലുള്ള ബന്ധനങ്ങളും ഉണ്ടായി സംസാര ബന്ധനത്തിൽ മുങ്ങിപ്പൊങ്ങി വീണ്ടും വീണ്ടും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരേണ്ടി വരുന്നതും അനന്തമായ ഈ സംസാര ബന്ധനത്തിൽ പെടാനിട വരുന്നതും. അപ്പം ദുഃഖഹേതുക്കളായിട്ടുള്ളത് നമ്മുടെ കർമ്മം തന്നെയാണ്, നമ്മുടെ ജന്മവാസനകളാണ്, സ്വഭാവമാണ്, നാം കഴിക്കുന്ന ആഹാരമാണ്. അത് യഥാവിധി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യേണ്ട തപസ്സുകളെ യഥാവിധി യജ്ഞദാന തപ കർമ്മങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ അത് ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടുന്നു മാത്രമല്ല ലോക നന്മയ്ക്ക് ഉതകുന്നതായിട്ട് മാറും. അതിൽ നിന്ന് അന്ധകരണ ശുദ്ധിയും അതിൽ നിന്ന് വിവേകവും ഉണ്ടായി ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ നയിക്കും. ഈ അന്ധകരണ ശുദ്ധിയും വിവേകവും ഉണ്ടാകാതെ ഇതൊക്കെ തരത്തിൽ അശ്രദ്ധയോടുകൂടി ചെയ്താൽ അത് ആധ്യാത്മിക രംഗത്തെ പരാജയമായിട്ട് വരും എന്ന് മാത്രമല്ല അത് വ്യർത്ഥമായി പ്രയത്നങ്ങളായിട്ട് പരിണമിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ സമർപ്പിക്കാം. ഇത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഓം തസ്സൽ. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ശ്രദ്ധാത്രയ വിഭാഗയോഗോ നാമ സപ്തദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.